ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫ് അല്ലേ? എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങളിലായിരിക്കും ഇന്ന് പെരുന്നാള്, ഒമാനിൽ നാളെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വൈകിപ്പോയത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കുനഫ. സൂപ്പർ കുനഫ ഇടാൻ നോമ്പ് തുറക്ക് പൊതുവായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ്. ഇത് സാധാരണയായി കുനഫ ഡോ കൊണ്ടും സേമിയ കൊണ്ടും ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. ഞാൻ തന്നെ കഴിഞ്ഞ വർഷം റമദാനിൽ സേമിയ കൊണ്ടുള്ള കുനഫേന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനിപ്പോ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് വീറ്റ് ബ്രെഡാണ്. വൈറ്റ് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഇതിന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇതിങ്ങനെ ഒരു കഷ്ണാക്കി മിക്സിയിൽ ഒരു ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ഒരു 2 വീതം ഒരു പ്രാവശ്യം ഇട്ട് പൊടിച്ചെടുക്കാം. ഇതിനി പൊടിച്ചെടുക്കാം. ബ്രെഡ് എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെണ്ണ ചേർത്ത് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ വെണ്ണ എടുക്കുന്നുണ്ട്, പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിന് എടുക്കാം. ഇനി ഈ വെണ്ണയും ബ്രെഡ് പൊടിച്ചതും കൂടെ കൈകൊണ്ട് ഇങ്ങനെ മെല്ലെ മിക്സ് ചെയ്യുക. അധികം പ്രസ് ചെയ്യാതെ മിക്സ് ചെയ്യുക. കുറച്ചുകൂടെ വെണ്ണ ചേർക്കുന്നുണ്ട്. ഈ വെണ്ണ എല്ലായിടത്തും എത്തി കുറച്ചിങ്ങനെ ഒരു നനവ് പോലെ ഉണ്ടാവണം. പുട്ടിനൊക്കെ കുഴച്ച പോലെ ഉണ്ടാവണം. ഇപ്പോൾ വെണ്ണയും ബ്രെഡ് പൊടിച്ചതും കൂടെ പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൈയോട് ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവണം. ഇതിനി ഓവനിൽ വെക്കാൻ സേഫായ ഒരു ബൗളിലേക്ക് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിൽ കുറച്ച് വെണ്ണ പുരട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ വെണ്ണ പുരട്ടണം. ഇതിന്ന് പകുതി എടുത്തിട്ട് ആദ്യം ഇടാം. പകുതി എടുത്ത് ഇപ്പൊ ഈ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നിരത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് നിരത്തി ലെവൽ ചെയ്യാം. അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്യാം. ഇതിപ്പം നല്ലോണം പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലെ ഇത് കുറച്ച് തിക്ക് ക്രീമാണ്. ഇതിനെടുത്ത് ഇതിലിട്ട് നിരത്തി ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപയോഗിച്ച തിക്ക് ക്രീം ഇതാണ്. ഇതിപ്പോ എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ മേലെ കുറച്ച് മോസറില്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് വിതറി കൊടുക്കാം. ഇനി ഇതിന്റെ മേലെ ആദ്യം ബാക്കി വെച്ച ബ്രെഡും ബട്ടറും കൂടെ മിക്സ് ചെയ്തത് ഇടാം. ഇതിനി നിരത്തി പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ആദ്യം ചെയ്ത പോലെ വീണ്ടും ചെയ്യാം. കുനഫേന്റെ മിക്സ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. മൈക്രോവേവ് ഓവനിലോ കുക്കിംഗ് റേഞ്ചിന്റെ ഓവനിലോ ഇലക്ട്രിക് ഓവനിലോ ബേക്ക് ചെയ്തെടുക്കാം. ഇലക്ട്രിക് ഓവൻ ആണെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. മൈക്രോവേവ് ഓവൻ ആണെങ്കിൽ ഹൈ പവറിൽ ഒരു 4-5 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുക്കിംഗ് റേഞ്ചിന്റെ ഓവനിൽ ബേക്ക് ചെയ്യുന്നത്. അതിന് ഇവിടെ കുക്കിംഗ് റേഞ്ചിന്റെ ഓവൻ തീ കത്തിച്ച് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ റാക്കിലേക്ക് ഈ റെഡിയാക്കി വെച്ച കുനഫ മിക്സ് വെക്കാം. ഇതിനി അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോ കുനഫ ബേക്ക് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് പുറത്തേക്ക് എടുക്കാം. കുനഫ ഇപ്പം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂട് കുറയുമ്പം
ഇതിന്ന് ഇളക്കി വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ചൂട് കുറയുന്ന സമയം ഇതിലേക്ക് ഒഴിക്കേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് അടുപ്പത്ത് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇടാം. ഞാനിപ്പം ബ്രൗൺ കളറിലെ ഓർഗാനിക് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഏത് പഞ്ചസാര വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തീ കത്തിക്കാം. 1/2 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം. ഇതിന് ഇളക്കി കൊടുത്ത് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളക്കാൻ തുടങ്ങിയതിന് ശേഷവും ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് കുറച്ച് കട്ടിയുള്ള ഷുഗർ സിറപ്പാക്കി എടുക്കാം. ഇതിപ്പോൾ തിളച്ച് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കാം. 1 നുള്ള് കുങ്കുമപ്പൂവ് കൂടി ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിപ്പോ ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി സൈഡിൽ നിന്ന് ഒരു സ്പൂൺ കൊണ്ട് മെല്ലെ ഇളക്കി കൊടുത്ത് വേറെ പ്ലേറ്റിലേക്ക് അമർത്താം. ഇതിന്റെ മേളിൽ ഒരു പ്ലേറ്റ് വെച്ച് ഇത് കമഴ്ത്താം. ഇതിനി ഈ കുനാഫയിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിക്കാം. ഇതിന്റെ മേലെ കുറച്ച് ബദാം മുറിച്ചതോ പിസ്ത മുറിച്ചതോ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പം ബദാം മുറിച്ചതാണ് എടുത്തിട്ടുള്ളത്. നടുക്കും കുറച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കുനഫ റെഡിയാണ്. ഇതിന് മുറിച്ച് തിന്നോക്കാം. ഇങ്ങനെ മുറിക്കാം. നോക്കാം. സൂപ്പർ. അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.